ഹലോ, നമുക്ക് ഈ കാണുന്ന അണീബി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം അണീബിന്റെ പാറ്റേൺ ഒരു പേപ്പറിൽ ആദ്യം വരച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫെൽറ്റ് ഷീറ്റിൽ ഒന്ന് ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. യെല്ലോ ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഹണീബിന്റെ ഹെഡും അതേപോലെ ബോർഡിന്റെ ഒരു പാർട്ടും കേട്ടോ. അതേപോലെ വൈറ്റ് ഫെൽറ്റ് ഷീറ്റിൽ അതിന്റെ ചിറകും, ബ്ലാക്കില് അതിന്റെ ബോഡി പാർട്ടും അതേപോലെ കൊമ്പാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, കൊമ്പില്ലേ അതിന്റെ രണ്ട് നമ്മൾ ബ്ലാക്കിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് രണ്ടും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യാ, ഗമ്മറ്റ് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ സൂചിട്ട് പുറത്തെടുത്ത് കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി പാർട്ടിൽ ആ യെല്ലോ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ബ്ലാക്കിലെ രണ്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് യോജിപ്പിക്കലാട്ടോ. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് ആദ്യം സൂചി ഒന്ന് ഇൻസേർട്ട്, എന്നിട്ട് ബാക്കിലോട്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ആ സൂചിന്റെ അടിയിലൂടെ നൂല് വലിച്ചിട്ട് നമ്മൾ സൂചി ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ഭാഗവും അതേപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, യോജിപ്പിച്ചു കൊടുക്കുക. അതായത് ആദ്യം സൂചി ഒന്ന് ബാക്കിലോട്ട് കുത്തി കൊടുത്തിട്ട് സൂചിന്റെ അടിയിലൂടെ നൂലെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൂചി ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ സ്റ്റിച്ച് വൈറ്റിന്റെ ചുറ്റോടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹെഡിന്റെ പോർഷൻ ഇതേപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൊമ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് നമ്മൾ ഹെഡിന്റെ അടിഭാഗം വിട്ടില്ല, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പോളി ഫൈബർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബോഡി ഭാഗത്തിന്റെ മുകളിൽ നമ്മൾ വിട്ടില്ലായിരുന്നു, അതിലൂടെ ഇതൊന്ന് ഇൻസേർട്ട് ചെയ്തൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹെഡ് പോർഷനും അതേപോലെ ബോഡി പോർഷനും ഒന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ. ശേഷം വൈറ്റ് പാർട്ട്മെൽ എന്ത് ചെയ്യുക, നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഐസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡിയായി.